കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ്. എടുക്കാൻ പോവാണ്. അല്ലാണ്ട് ഇത് എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഇതിൽ മാറ്റി പ്രതീക്ഷിക്കരുത്. അപ്പം ഇനി മണി തക്കാളി നമ്മുടെ വീട്ടിൽ അങ്ങനെ ലൊക്കേഷൻ റെഡി. 6 വാഴകൾ, അല്ല 7 വാഴകൾ. സരിത അടക്കം 7 വാഴ. കുറേ സാധനം ഇതിനുള്ള മറുപടി എനിക്കും ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട്. കാലത്ത് പറിച്ചു വെച്ചാ ഈ തെങ്ങുകളും മാവും മാത്രം പറിക്കാനുള്ളൂ. സൗഭാഗ്യം കരിഞ്ഞില്ല. പെണ്ണുങ്ങളെ മയക്കിയെടുക്കാന്നൊക്കെ പറയില്ലേ, കറ്റാർ വാഴ ദൈവങ്ങളെ. എൻ്റെ പേരുകളാണ് ഏറ്റവും കൂടുതൽ കുറ്റസമ്മതം വഴി ഞാൻ നടത്തിയിട്ടുള്ളത്. യൂട്യൂബ് ചാനൽ എരിവില്ല എന്നാ ചേടാ ചിരിക്കണോക്ക്. പൊട്ടിയും പൊടില്ലല്ല, അല്ല പൊട്ടിയും പൊടില്ലല്ല, ആരറ്റി എറിഞ്ഞ വയലിക്ക്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സരിത ഒരു സാധനം എടുത്തുകൊണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല കനുണ്ട് സാധനം, നമുക്ക് ആവശ്യമുള്ള സാധനമാണ് കേട്ടത്. അതുകൊണ്ടാണ് നമ്മളിത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പോകുന്നത്. കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ്. പലപ്പോഴും കടയിൽ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എടുത്തു നോക്കും അവിടെ തന്നെ നോക്കും അവിടെ തന്നെ വയ്ക്കും. അത് എപ്പോഴാ എൻ്റെ കൈ എൻ്റെ കാല് മൂക്കിലൊക്കെ തെറ്റിയിട്ട് പ്രാവശ്യം നീ ഇരിക്കും അവിടെ നിന്ന്. ഞാൻ അത് മുറിക്കണോടത്ത് വന്നിരുന്നിട്ട് ഇനി അടുത്ത പ്രാവശ്യം ആവാം ഇത് വാങ്ങിക്കൽ. അതെപ്പോഴും ആവശ്യം വരാമെന്നറിയും നമുക്ക്. എപ്പോഴും നമ്മൾ പാചകം ചെയ്യുമ്പോഴാണ് അത് അയ്യോ ഇത് ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരും പറയും അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചുകൂടെ എന്ന് പറയും. പിന്നെ എന്തോ ഇതിന് വാങ്ങിച്ചിട്ട് ഇപ്പോൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഞാനാക്കണ ഞാനിവിടെ നീ ഇരിക്കട്ടെ വാങ്ങി. മറ്റേ കൈക്കോട്ട് കളിക്കുമ്പോ പറയില്ല. ആ ശരിയാണ്, ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. അതുപോലെയാണ് ഇതും. ലാസ്റ്റ് കുറ്റനിക്കാവും. സരിത അജുവിനെ കത്തിയോണ്ട് കുത്തി അങ്ങനെയോ വരാ. ഇതാ എടുക്കാൻ പോവാണ്. ഞങ്ങളും കണ്ടിട്ടില്ല ചേട്ടാ. എൻ്റെ അമ്മ ഇതെന്തൊരു കന ചേട്ടാ. ഈശ്വര നല്ല കനുണ്ട്, നല്ല കനുണ്ട്. നീ ഇങ്ങനെ മനസ്സിലായി. ഇൻഡസ് വാലി തുറക്ക് ഒന്നുമല്ല. അതേ നമ്മൾ കുറേ വട്ടായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് മീൻ വറക്കുമ്പോൾ അടിയെ പിടിക്കണം പറഞ്ഞിട്ടുള്ളത്. കമന്റ്സ് വരാറുണ്ട് ഇങ്ങനത്തെ പാത്രം ചാരുകളായിട്ടുള്ളത്. ഇതിൽ ഗ്രില്ല് ചെയ്യാം, ഫിഷും ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗ്രില്ല് ചെയ്യാം. ഇതൊരു 2.5 കിലോ തൂക്കേണ്ടതുകൊണ്ട് ഇത് ഭയങ്കര കനത്. ഇൻഡസ് വാലിയുടെ പാത്രാട്ടത്. പ്രീമിയം കാസ്റ്റ് അയൺ കുക്ക് വെയർ. നല്ല കന. ഇൻഡസ് വാലിനെ കുറിച്ച് ഇപ്പം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല പിന്നെ ഇതുപോലത്തെ സാധനം ഉണ്ട് കേട്ടാ. ഇത് വായിച്ചു ചേട്ടാ. എനിക്ക് വായിക്കണേ കണ്ട. അത് പിന്നെ വായിക്കാം. ഈ അടുത്തെടുക്ക്. ഒരു സാധനം കൂടിയുണ്ട്. അയ്യോ അടുത്തത് ഹായ് ദോശക്കല്ല്. സീസണിങ് ചെയ്തിട്ടുള്ള ദോശക്കല്ലാണെന്നാണ് പറയണത്. അപ്പൊ പിടിക്കില്ലായിരിക്കും. ഇത് നല്ല കനുണ്ട് കേട്ടാ. ഇത് ഈ മറ്റേ ഇത് തന്നെയാണ് ഈ കാശയണല്ലേ. ആ ഇതേപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. സരിത ആ ദോശ സാധനത്തമ്മ ദോശ ഉണ്ടാക്കിയിട്ട് ഒന്ന് നോക്കുന്നുണ്ട് പിടിക്കണ്ടോ നോക്കാനായിട്ട്. അപ്പോഴേക്ക് ഞാനിങ്ങോട്ട് വന്നു. എനിക്കിവിടെ കുറച്ച് പണികളുണ്ട്. ഇവിടെ നമ്മൾ അതുണ്ടാക്കിയിട്ട് ദോശയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് സെറ്റാക്കി വയ്ക്കാമെന്ന് ചെയ്തു. എന്നിട്ട് വേണം എനിക്കുള്ള പണികൾ ആരംഭിക്കണമെങ്കിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാമല്ലോ, ഇവിടെ നിന്നാണ് പാചകം ചെയ്യാം. പക്ഷേ അവിടെ നിന്ന് ഇതിന് നിൽക്കാൻ സ്ഥലം കുറവാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇറക്കി വയ്ക്കണം. അപ്പോൾ വേറെ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ആഫ്രിക്കൻ മല്ലികൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ഇപ്പോൾ വിത്ത് കണ്ട ആയി തുടങ്ങി. വിത്തായി തുടങ്ങിയപ്പോൾ ഇത് എന്തെന്ന് അറിയാം, നിറയെ മുള്ളു പോലെ കണ്ട ഇത്. അപ്പോൾ ഇത് ഭയങ്കര അപകടകാരിയാണ്. സൂചി പോലത്തെ ഇതിൻ്റെ ഇത്. ഇതുകൊണ്ട് വേണ്ട ഒരു കുത്ത് കിട്ടി കഴിഞ്ഞാൽ കുത്ത് കിട്ടിയ പോലെ ഇരിക്കും. അത്രയ്ക്ക് മൂർച്ചയാണ്. അപ്പോൾ ഇതൊന്ന് പറിച്ച് മാറ്റണം, അല്ലാണ്ട് ശരിയല്ല. നല്ലത് ഇങ്ങോട്ട് നീങ്ങിയിരിക്കാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ ഞാൻ കൈക്കോട്ട് എടുക്കട്ടെ. എൻ്റെ കൈക്കോട്ടുകൾ എവിടെ വെച്ച എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് വയ്ക്കുമെന്ന് ഇന്ന് വരെ ആളുകൾ പറഞ്ഞിട്ടുള്ളതാ. കൈക്കോട്ടുകൾ അവിടെയൊന്നുണ്ട്. അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് സെറ്റാക്കി കൊടുക്കണം. പാചകം ചെയ്യുമ്പോഴേ മാവിൻ്റെ ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇരുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5:30-6 മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ല 6 മണിയല്ല, ഒരു 5:30 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഒരു ക്ലാരിറ്റി കുറയും ഭയങ്കരമായിട്ട്. അപ്പോൾ ഇത് മുരടിച്ചു വിട്ടാ ഇവരിന്ന് മാറ്റണം വേറെ സ്ഥലത്തേക്ക്. മുള്ളു പോലുള്ള സാധനങ്ങളാ. ഇങ്ങോട്ട് ഇരിക്കട്ടെ ഇവിടെ.
ആഫ്രിക്കൻ മല്ലി അഥവാ മെക്സിക്കൻ മല്ലി ഞാൻ പറിച്ച് മാറ്റാണ്. ചെറിയ തൈകൾ അവിടെ കുറച്ചുണ്ട്, അവരെ വയ്ക്കുക നമുക്ക്. ഇതൊക്കെ ഇപ്പോഴത്തെ ഈ പറക്കൽ നോക്കണ്ട കേട്ടോ. ഇപ്പോഴത്തെ പറക്കലെന്ന് പറഞ്ഞാൽ കൃഷി സ്ഥലം ഭംഗിയാക്കണതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ഇത് എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഇത് മാറ്റി പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഇതാണ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ഇവർക്ക് ഇരിക്കാൻ ഇവിടെ സുഖമായില്ലോ. നമ്മളെല്ലാ വശം ചിന്തിക്കണമല്ലോ. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുടുസായിട്ട് നമ്മുടെ വീഡിയോകളെന്ന് പറഞ്ഞാൽ ഓടി നടന്നിട്ടുള്ള വീഡിയോകളാണ് ഒരു ഇതൊക്കെ. നമ്മളിവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്ഥലം വേണം. സ്ഥലം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയായില്ല. അപ്പോൾ ഇവിടെ നിരപ്പാക്കി കഴിഞ്ഞാൽ അത് ആ മേശ ഇങ്ങോട്ട് ബാക്കിലേക്കാണ്ട് ആക്കി വയ്ക്കുക. ഇപ്പം ഇങ്ങനെ ഒരു ഏരിയ ഞാൻ ഒന്നും ചെയ്യില്ല, അവിടെ കൃഷി ചെയ്യില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള സ്ഥലമായിട്ട് ലൊക്കേഷൻ അപ്പം അതിങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമായി. കണ്ട ഇങ്ങനെ സ്ഥലമില്ലേ. ഇനി ഇതിവിടെ കൊണ്ട് മാച്ച് കൊണ്ട് വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇതിന് നടക്കാനുള്ള സ്ഥലമായിരിക്കും. കണ്ട ഇങ്ങനെ ഇരുന്നാൽ മതി. ഓക്കെ, അടിപൊളി. അടുപ്പ് കൊണ്ട് വയ്ക്കുക, ഗ്യാസും കുറ്റി കൊണ്ട് വയ്ക്കുക. വായിൽ മണ്ണ് പോയി, വായിലേക്ക് അടച്ചപ്പോൾ മണ്ണ് പോയി. അപ്പോൾ ഇവിടെ സാധനങ്ങളെടുത്ത് വയ്ക്കാം. കേട്ടോ ഇങ്ങനെയുണ്ട് ഇന്ന് പാചകം ചെയ്യാം. ഇവിടെ സാധനങ്ങളെടുത്ത് വെച്ച് പാചകം ചെയ്യാം. എന്ത് രസമാണ്. ഇനി ഇവിടെ ഒരു തടസ്സം കൂടി ഉണ്ട്. നമ്മുടെ മണിത്തക്കാളിയുടെ ഏകദേശം കേട്ടോ കാലാവധി കഴിഞ്ഞു. മണിത്തക്കാളിയുടെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ ഞാൻ തൈകൾ വേറെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി പറിച്ച് മാറ്റാൻ പോണ്. അപ്പോൾ ഇനി മണിത്തക്കാളി നമ്മുടെ വീട്ടിൽ ഇനിയിപ്പോൾ ഇല്ല, കഴിഞ്ഞു എന്നർത്ഥം. അടുത്ത തലമുറയ്ക്കായിട്ട് കാത്തിരിക്കുന്നു. അതിൻ്റെ വിത്തുകളൊക്കെ അവിടെ മുളയ്ക്കട്ടെ. ഇപ്പോൾ വേണ്ട, അവിടെ ഫ്രീ ആയി സ്ഥലം. അപ്പം ഇനി ഭംഗിയുള്ള സ്ഥലമായിട്ട് മാറും. ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നടന്ന് വീഡിയോ എടുക്കാം. അങ്ങനെ ലൊക്കേഷൻ റെഡി നമ്മുടെ. അപ്പം നമ്മൾ ഇവർക്ക് ഇവിടെ ലൊക്കേഷൻ സാധനം അടിപൊളിയാക്കി കൊടുത്തുട്ടാണ്. കേട്ടോ ഈ സാധനം കൊണ്ടുണ്ട് സരിത. ഇത് ഉണ്ടാക്കിക്കൊണ്ട് ദോശ പിടിച്ചില്ലേ? ഫസ്റ്റത്തെ പിടിച്ചു അവിടെ ഇവിടെയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു പൊളിഞ്ഞു പരിപാടി, ഈ സാധനം പിടിക്കുമോ എന്ന് വിചാരിച്ചു. രണ്ടാമത്തോട്ട് പിടിച്ചില്ല. ഫസ്റ്റത്തെ ഉണ്ടാക്കുമ്പോഴേ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പിടിക്കും കേട്ടോ. അത് കഴിഞ്ഞത് അടിപൊളി പാത്രം, അടിപൊളി സാധനം, നല്ല വെയിറ്റും ഉണ്ട്, നല്ല കനണ്ട്. ഇത് ഈ ദോശക്കല്ല് എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ നമ്മൾ ഈ കാസ്റ്റ് കണ്ട വാങ്ങിക്കുമ്പോഴത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ സീസണിങ് ആണ്. അതായത് ഇതിനെങ്ങനെ എന്താ പറയുക പിടിക്കാണ്ട് കിട്ടുക എന്നുള്ളത് ദോശയ്ക്ക് ഉണ്ടാക്കുമ്പോൾ. ഇതിപ്പോൾ അടിപൊളി. ഞാൻ അങ്ങനെ ചാരുന്നപ്പോൾ 6 വാഴകളും 7 വാഴകൾ സരിത അടക്കം 7 വാഴ സാറില്ലേ വാഴകളുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. ആ കളറും ഉണ്ട് പച്ച. അപ്പോഴേ ഞാനിവിടെ അതെ വാഴ അത്ര മോശം ചെടിയൊന്നല്ല, ഭയങ്കര ഉപകാരമുണ്ട് വാഴേനെ കൊണ്ട്. വാഴ എന്ന് പറഞ്ഞ സിനിമ കണ്ടില്ലേ, വാഴ നാര് പോലും ഉപയോഗിക്കാം, ഈ ഇല ഉപയോഗിക്കാം. ഇതില്ലാത്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഒരു അടയുണ്ടാക്കാൻ ഇലയില്ലാണ്ട് ഒരു പെൺകുട്ടി കമന്റ് ഇട്ടുണ്ടായിരുന്നില്ലേ ദേശത്ത് എവിടെയോ. അപ്പൊ ഞാനിവിടെ ഭംഗിയാക്കിയില്ലേ, ഇതിനുള്ള മറുപടി എനിക്കും ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട്. ഇത് കാണുന്നവര് നോക്കിയോളാം, ചേട്ടന് നല്ല മറുപടി തരും. എന്നെ വാഴാന്ന് വിളിച്ചു പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചേട്ടൻ പറയും തമാശക്ക് പറഞ്ഞതാന്ന്. അല്ല ചേട്ടൻ വന്നല്ലോ, അല്ല ചേട്ടനും ചേച്ചിയും ബുള്ളറ്റും എവിടെയോ പോയി വരുന്നു. അല്ല എന്തൊക്കെ സാധനങ്ങൾ പറിച്ചു കുഴിച്ചിട്ടെന്ന് ഞാനിങ്ങോട്ട് വരാൻ ഇത്തിരി വൈകി. ഞാനിതിൽ ദോശ ഉണ്ടാക്കി നോക്കിയായിരുന്നു. അവിടെ പറിച്ചു കുഴിച്ചിട്ടില്ലേ, പറിച്ചെറിഞ്ഞു, അവിടെ ഒരു സെറ്റ് ആക്കി പറിച്ചു വെച്ചോണം. പിന്നെ ഇവിടെ മുന്നേ കാലത്ത് തന്നെ നോക്കിയാൽ ഇവിടുത്തെ കറ്റാർ വാഴ പറിച്ചിട്ടുണ്ട് എല്ലാവരും കാലത്ത് പറിച്ചു വെച്ചാ. അപ്പൊ അത് കുഴിച്ചിടണം നേരത്തെ പറിച്ചാ പോരെ ചേട്ടാ? ഞാൻ കുഴിച്ചിടാന്ന് വിചാരിച്ചാ. ഈ കറ്റാർ വാഴ എത്ര തീമട്ട ചുണ്ടെങ്കിയൊന്നും ഒന്നുമല്ല. ഈ കറ്റാർ വാഴയുടെ അടുത്ത് നമ്മുടെ കുടിലിന്റെ അവിടെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നില്ലേ, അവിടെ ചെയ്യുമ്പോൾ തൊട്ടിട്ട് ഇതിനെ സജീവന്റെ അവിടെ നിന്ന് പറിച്ചു കൊണ്ട് വന്നിട്ടുള്ളതാട്ടാ. എന്നിട്ട് ഇതിനെ എത്ര സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് ഇത് ഇത്രയ്ക്ക് ചെയ്ത്. ഇപ്പൊ അവിടെ നിന്ന് പറിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പതേ അത് പറിച്ച അവിടെ ഇനിയിപ്പോ നിങ്ങടെ മാറ്റാൻ പോണേ. ഇനി കുഴിച്ചിട്ടാണ് ലാസ്റ്റ്. ഇനി ഇതിലെ
ഇവർക്ക് കയ്യും കാലൊക്കെ എനക്കാൻ പറ്റിയിരുന്നെങ്കിലില്ലേ ചേട്ടന്റെ കഴുത്ത് പിടിച്ച് ഞെക്കിയാനെ. ഇനി വാക്ക് മാറ്റില്ല, കൈ മാറ്റില്ല. കറക്റ്റായിട്ട് ഞാൻ കുഴിച്ചിട്ട സ്ഥലത്ത് അവരെ കൃത്യമായി പരിപാലിക്കും. നോക്കിക്കോ. ഞാൻ ഒന്നും പറയില്ലേ, പറഞ്ഞു മടുത്തു. ഇങ്ങനെ ആരോട് മറ്റേ നാടോടി കാറ്റിലത്തെ ഡയലോഗ് കറക്റ്റ്. അവിടെ നമുക്ക് ഈ കമന്റ് ഉണ്ട്, ഇവിടെ ഇനി ഈ തെങ്ങുകളും മാവും മാത്രം പറയ്ക്കാനുള്ളൂ, ബാക്കിയൊക്കെ ചേട്ടാ. അയ്യോ, ആ വീഡിയോയിലത്തെ കമന്റ്സ് വായിച്ച് കഴിഞ്ഞാൽ ചിരിച്ചാവും ഇന്നത്തെ വീഡിയോയിലത്തെ. അപ്പൊ ശരി, ഭാവന സമ്പന്നരാണല്ലേ. എന്തൊരു നമ്മുടെ പ്രേക്ഷകര് ഗംഭീരമാണ് കേട്ടോ കമന്റ്. ഞാനേ കറ്റാർവാഴ നടാനുള്ള സ്ഥലമാണ് സെറ്റാക്കണത്. ഇപ്പൊ ഇനി ഇവിടുന്ന് മാറ്റില്ല. ഇവർക്ക് വെയിലും ചാണമാണ് ബെസ്റ്റ് വളം എന്നുള്ളത് ആ ദീപ് പൊന്നപ്പൻ്റെ വീഡിയോയിൽ കണ്ടു. ദീപ് പൊന്നപ്പൻ്റെ കൃഷിയുടെ വീഡിയോ ചെയ്യുന്നത് അവൻ്റെ വീഡിയോയിൽ കണ്ടു. ഞാൻ ഈ കറ്റാർവാഴനെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടില്ല. ബാക്കിയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഗവേഷണം നടത്തി, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കണേ എല്ലാതും. ദോശ ഞാൻ ചെയ്യായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എൻ്റെ ശ്രദ്ധ തിരിച്ചത്. ഞാനെന്തൊരു ശ്രദ്ധ തിരിക്കുന്നു. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കട്ടെ ചേട്ടാ. നമ്മുടെ ഇൻഡസ് വാലിയുടെ ദോശക്കല്ല് കാസ്റ്റ് ചെയ്യണ്ട, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പാത്രം. ഇതിൽ മീൻ വറക്കണ്ടാ? പിന്നെ മീൻ വറക്കണ്ട്. അതെ, ഭയങ്കര കോമ്പിനേഷൻ സാധനം കേട്ടോ. ദോശയും പിന്നെ അത് ഞാൻ ബാണ്ടൻ കൊഴുവ വാങ്ങിച്ചോളുന്നുണ്ട്. ഇത് വാങ്ങിയിട്ട് നമുക്ക് ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇത് വാങ്ങിക്കുക, അടിപൊളിയായിട്ട് സോപ്പ് ഇട്ടിട്ട് സ്ക്രബ് ഇട്ടിട്ട് തേച്ച് കഴുകുക. അങ്ങനെ ഞാൻ രണ്ടും തേച്ച് കഴുകി, ഇതും തേച്ച് കഴുകി. എന്നിട്ടാണ് ഇതിൽ ഞാൻ ദോശ ഉണ്ടാക്കി നോക്കിയത്. 3 ഉണ്ടാക്കിയുള്ളൂ. കൊഴുവ വല്ലോരും ഗ്രില്ല് ചെയ്യൂ. അതൊക്കെ കിട്ടിയല്ലോ. കൊഴുവ മഞ്ഞളും മിളകും ഉപ്പും തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടാ, എനിക്കൊരു ഓർഗാനിക് ബ്രഷ് വേണം. എണ്ണയൊക്കെ നമുക്ക് ഓർഗാനിക് ബ്രഷ് വേണമല്ലേ? ഇതേ സെക്കൻഡ് ഉള്ളിൽ തരുന്നതായിരിക്കും. എണ്ണ പറ്റാ, നല്ല എണ്ണയാണ്. അതെ, അതിന് നമ്മൾ ഓർമ്മ വരാം. ആ വീഡിയോയിലാണ് ചേട്ടൻ പറഞ്ഞ ഓർഗാനിക് ബ്രഷ് എന്ന് പറഞ്ഞത്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നല്ലെണ്ണ ആദ്യമാക്കി. നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ദോശക്കല്ല്, പക്ഷേ അതിൽ ഒരിക്കലും ദോശ ഉണ്ടാക്കാൻ പറ്റാറില്ല പിടിച്ചിട്ട്. ചേട്ടൻ പറയും അതിൽ പിടിച്ചാലും ഉണ്ടാക്കി അത് ശരിയാവും എന്ന് പറയും. പക്ഷേ ശരിയാവണില്ല. അയ്യോ, ഭയങ്കരമായിട്ട് ചൂടായി. കടത്താൻ പറ്റുമോ? ചൂടിത്തിരി കൂടിപ്പോയി. ചൂട് കുറച്ചിട്ടാക്കിയ പോരെ? ചൂട് കുറച്ചു. നല്ലെണ്ണയാണ് ഇതിലാക്കിയേക്കണേ. അപ്പം ഇനി നെയ്യാക്കണം. ജഗ് പറഞ്ഞു നെയ്യാക്കണം എന്ന്. ചേട്ടൻ എന്തൊരു ഗൗരവം. എനിക്കൊരു ഗൗരവമില്ല, അത് നിനക്ക് തോന്നുന്നതാണ്. ഞാനിതിൻ്റെ തടം കണ്ടില്ലേ, നോക്കിയാ അടിപൊളി തടം ആക്കി ഇവരെ പുതിയ ഒരു സ്ഥലത്തേക്ക് പറിച്ചാണ്. തങ്കാൻറ്റി പറഞ്ഞില്ലേ മാങ്ങിഞ്ചി പൊടിച്ചിട്ടുണ്ടോ? മാങ്ങിഞ്ചി വേണ്ട പൊടിച്ചിരിക്കണം. ആള് ഒരു കഷ്ണം ഒരെണ്ണം തന്നതാണ്. വേണ്ട, മാങ്ങിഞ്ചിയാണിത്. അയ്യോ ചേട്ടാ, ഇതിന്റെ ചട്ടകം കൊണ്ടുവന്നിട്ടില്ല ഇങ്ങട്? എനിക്കറിയില്ല. ചട്ടകടക്കാൻ മറന്നൂല നീ? ഭാഗ്യം, കരിഞ്ഞില്ല. നോക്കിയേ കണ്ടാ? പഴം പോലെ കണ്ടാ? എന്ത് ഭംഗിയില പോരുന്നത്. ചെറുതായിട്ട് സെന്റർ ഒന്ന് ഇതായി. അതെന്താന്ന് വെച്ചാ ചൂട് നല്ലോണം കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഇതെടുക്കാൻ പോയ സമയം അതും കൂടി ആയ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞത് വെറുതെ അല്ലാന്ന് മനസ്സിലായല്ലോ. സൂപ്പർ പാത്രമല്ലേ? അപ്പോൾ ഇതും പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിച്ചേക്കണം കേട്ടോ. ഇതിന് 1499 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ വിലയും 1499 തന്നെയാണ് കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഇവരുടെ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ കുറേ കാസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളുണ്ട്. പിന്നെ ട്രൈപ്ലൈയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളില്ലേ, അങ്ങനെ സാധനങ്ങൾ. കുക്കറുണ്ട്, കുക്ക് വെയർ സെറ്റ്, കടായി, ഫ്രൈ പാൻ, ബിരിയാണി പോട്ട്, സോസ് പാൻ, മൾട്ടിപ്പോട്ട്, പുട്ട് മേക്കർ, മിൽക്ക് കുക്കർ, അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. ഇത് ഈ കാസ്റ്റ് ചെയ്യണതിൻ്റെ പാത്രങ്ങളാണല്ലോ. അപ്പോൾ ഇതിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഈ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടും. മാത്രമല്ല ഇത് നോൺ സ്റ്റിക്ക്, നാച്ചുറൽ നോൺ സ്റ്റിക്കാണ്. പിന്നെ 100% ടോക്സിൻ ഫ്രീ ആണ്.
ഇവരുടെ കാസ്റ്റ് അയണിൻ്റെ മാത്രമല്ല കേട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രോഡക്ട്സ് ഉണ്ട് ഇവരുടെ പാത്രങ്ങൾ. അതും അടിപൊളിയാണ്. ഞാൻ കുറച്ച് ആ സൈറ്റിൽ കയറിയപ്പോൾ നോക്കി വെച്ചിട്ടുണ്ട് അടിപൊളി പാത്രങ്ങൾ. അതും 100% ടോക്സിൻ ഫ്രീ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല നോൺ റിയാക്റ്റീവ് നേച്ചർ ആൻഡ് വേഴ്സറ്റൈൽ കുക്ക് വെയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡസ് വാലിയുടെ ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേ വല്ലതും വാങ്ങിക്കണം, ഈ സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ലിങ്കിൽ കയറിയിട്ട് വാങ്ങിക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ എഴുതി കാണിച്ചിട്ടില്ലേ, ആ കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 12% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇത് കുറേ കാലമായിട്ടുള്ള ഒരു നമ്മൾ പൂവും കടകളിൽ പോയിട്ട് ഇപ്പോൾ നോക്കും, ഓരോ കമ്പനികളുടെ കാണാം ഇത്. പക്ഷെ കണ്ടാലും ഇത് ഈ പിടിക്കണ കാരണം കൊണ്ടേ പേടിച്ചിട്ടാണ് നമ്മൾ നമുക്കിത് വാങ്ങിക്കുമ്പോൾ ഇത് ഇവിടെ ഒരെണ്ണുണ്ട്, അതിൽ ഞങ്ങൾ ചപ്പാത്തി വേവിക്കും. പക്ഷെ ദോശ അതിലുണ്ടാക്കാനായിട്ട് പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് കുറച്ച് നാൾ ഉപയോഗിക്കാണ്ടിരുന്ന വീണ്ടും പിടിക്കാൻ തുടങ്ങും. നമ്മൾ ശരിക്കും സീസണിങ് ഒക്കെ ചെയ്തെടുത്താലും സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. വിദേശത്തൊക്കെ ഉള്ളവർ നാട്ടിൽ വരുമ്പോൾ പിന്നെ അത് എടുക്കുമ്പോൾ വീണ്ടും അതിൽ പിടിക്കാൻ തുടങ്ങും. പുഷ്കലാൻറ്റി പറയണ കേട്ടിട്ടുണ്ട് ഞാനത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ദോശക്കല്ലിനൊന്നും മയക്കി എടുക്കലാന്ന്. അതിന് കുറേ ഇതാവുമെന്ന് പറയും. പെണ്ണുങ്ങളെ മയക്കിയെടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പെണ്ണുങ്ങളെ മയക്കിയെടുക്കാന്നൊക്കെ പറയില്ലേ? പെണ്ണുങ്ങളെ മയക്കിയെടുക്കാന്നല്ല, ആണുങ്ങളെ മയക്കിയെടുക്കാന്ന് കേട്ടേക്കണേ. കണ്ണും കൈയും കാണിച്ച് എൻ്റെ മോനെ അവള് മയക്കിയെടുത്തു എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ? അങ്ങനെ എന്തോ ഉണ്ട്, എന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റാന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ കേട്ടില്ല അല്ലേ? ഞാൻ കേട്ടു. ഓ നീ പറഞ്ഞു കേട്ടു. കറ്റാർവാഴ ഉഷാറാവട്ടെ നോക്കിക്കോ. ഉഷാറായി കഴിയുമ്പോ വേണം അത് പറക്കാൻ. റോഡ് പണി കഴിയാൻ നോക്കിക്കില്ലേ മറ്റേ വാട്ടർ അതോറിറ്റിക്കാര്, അത് കുത്തി പൊളിക്കാൻ എന്ന പോലെ ചേട്ടൻ്റെ കാര്യം. ഒരു സാധനം പിടിച്ചു വരുമ്പോ ചേട്ടൻ അത് മാറ്റണം അവിടെ നിന്ന്. ഇല്ല ഇതുവരെയുള്ള പോലെയല്ലല്ലോ. അപ്പൊ നോക്കി കൃഷിക്ക് അടുക്കും ചുറ്റിയൊക്കെ വന്നു തുടങ്ങി. ഞാൻ നീ പറഞ്ഞത് കേൾക്കാൻ തുടങ്ങിയിരുന്നു, ആളുകൾ പറഞ്ഞത് കേൾക്കാൻ തുടങ്ങി. അല്ല, ആഫ്രിക്കൻ മല്ലിയും കട കൊണ്ടുപോണേ, അത് മൂത്ത് മരടിച്ചത്. ആഫ്രിക്കൻ മല്ലി തൈകൾ അവിടെ കുഞ്ഞു തൈകൾ ഇത്രയ്ക്കുള്ള ഇഷ്ടം പോയിന്റ്. അല്ല, അപ്പോ അതിന് ആ തടശ്ശേരിക്കണ ആഫ്രിക്കൻ മല്ലിക്കല്ലേ? ചീരഭാവി ആദ്യത്തെ നടുന്നു. നിങ്ങളെ ഞാൻ ഭംഗിയാക്കി നോക്കൂട്ടാ. നിങ്ങളതിന് ഞാൻ ഇവിടുന്ന് മാറ്റില്ല. എൻ്റെ എന്താ പറയുക, കറ്റാർവാഴ ദൈവങ്ങളെ നിങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കും. ഇതേ അടുത്തത് ഇത്രയ്ക്ക് വലിപ്പമായിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് എന്തിനാ നമ്മൾ ഉപയോഗിക്കോ? പിന്നീട് ഇതുകൊണ്ട് കുറേ സാധനങ്ങളുണ്ട്, ജ്യൂസൊക്കെ ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ടാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കാ, പിന്നെ മുടിക്കും എന്തൊട്ടിനായാലും കുഴപ്പമില്ല. ഞാൻ അവരെ നന്നായി നോക്കൂനി. വേണ്ട ഒരു അടുക്കും ചിട്ടിയൊക്കെ വന്നില്ലേ അടുത്തത്. ഇപ്പം നിങ്ങൾ ഇവര് വെച്ചോടുന്ന സ്ഥലം ശരിയിലുണ്ടായിരുന്നില്ലേ? ഒരു പൊട്ട ഒരു വളർച്ച പറഞ്ഞില്ലേ ചേട്ടൻ? അല്ല, അപ്പം അങ്ങനെ അപ്പം അവിടെ നിന്ന് പറിച്ച് കൊണ്ടുവന്ന് കുഴിച്ചിടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, എല്ലാത്തിനും പിന്നെ ഒരു ന്യായീകരണങ്ങൾ ഉണ്ടാവും. പിന്നെ ന്യായീകരണം നടത്തിയിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നീ പറയില്ലേ എന്താ മിണ്ടാണ്ടിരിക്കണമെന്ന് ചോദിക്കില്ലേ? അതായത് ഏത് കാര്യത്തിനും ഓരോ ന്യായീകരണങ്ങൾ ഉണ്ടാവും ഇല്ലേ? അവരവർ പറയണ്ടേ? ചേട്ടന്റെ പോലെ എല്ലാവരും അവരവര് ചെയ്യുന്ന പ്രവർത്തികൾ ന്യായീകരിക്കും. നീ ന്യായീകരിക്കില്ലേ? തെറ്റ് പറ്റിയ എനിക്ക് തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കാറുണ്ട്. അല്ലാണ്ട് ഞാൻ ചേട്ടന്റെ പോലെ ഞാൻ തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കൂലോ. പിഴവുകളാണ് ചെയ്തതെന്ന്. എൻ്റെ പിഴവുകളാണ് ഏറ്റവും കൂടുതൽ കുറ്റസമ്മതം മൊഴി ഞാൻ നടത്തിയിട്ടുള്ളത് യൂട്യൂബ് ചാനൽ. കുറ്റസമ്മതം മൊഴിയാ? കുറ്റസമ്മതം മൊഴി അത്രയ്ക്കധികം പിഴവുകൾ പറ്റിയിട്ടുള്ളത് എനിക്കാണ്. എവിടെയാ പറയാറ് ചേട്ടൻ? ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ലോകത്തോട് മുഴുവൻ വിളിച്ച് പറയും. വേറെ ആർക്കേലും പറയാൻ തരുന്നുണ്ട? പിഴവുകൾ അയ്യോ പൊളിഞ്ഞു പരിപാടി. അതല്ല, അതന്നെയാണ് പിഴവുകൾ സംഭവിച്ചിട്ടേ അതിന്ന് പാഠം ഉൾക്കൊള്ളില്ലല്ലോ, വീണ്ടും തന്നെ ആവർത്തിക്കും. അല്ല, എന്നാലും കുറെയൊക്കെ ശരിയാവുണ്ട്. പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പൊ നോക്കി തരുന്ന നീ ഇങ്ങോട്ട് വന്നേ, നീ വന്നേ, വാ 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 ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. നീ അന്ന് അല്ല 2 ദിവസം മുമ്പ് ഇന്നലെ വരെ വരുമ്പോ ഇവിടെ കറ്റാർവാഴ വല്ലതും ഉണ്ടായിട്ട് തോന്നിച്ചുണ്ടാ?
ഉണ്ടായിരുന്നു ഇല്ല അങ്ങനത്തെ ഒരു തോന്നല എല്ലാം നടന്നല്ലോ. ഇപ്പൊ നോക്കി എത്ര ഭംഗി. ഇനി ഇതിൽ ചാണം കൊണ്ടുവന്ന് കലക്കും. ഇനി തുളസി മാറ്റുണ്ടോ? തുളസി മാറ്റുന്നില്ല. തുളസി വഴിയിലാണ്. പക്ഷേ തുളസി അവിടെ നിന്ന് 4 എടുത്തിട്ട് പറിച്ച് ഇവിടേക്ക് കുഴിച്ചിട്ടു. കട വാടിക്കണ്ട വഴി വഴി കറക്റ്റ് ആക്കിയാൻ വേണ്ടിട്ട് ഈ സൈഡിലുണ്ടായിരുന്നു. ഇവിടെ വരെ തുളസി. അപ്പൊ ആ വഴി കറക്റ്റ് ആയിട്ട് ആക്കുമ്പോൾ തടസ്സമാണ്. അപ്പൊ തുളസീനെ അപ്പുറത്തേക്ക് എടുത്ത് വെച്ചു. ഒരു ബാക്കിയുള്ളതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാവരും ഞാൻ നന്നായി പരിപാലിക്കും. ഇനി ഇവിടെ ചെയ്യാൻ പോണത് നമ്മുടെ ഉള്ളി കൃഷിയാണ്. ഉള്ളി അതിനൊരു തടം ഒരുക്കിയിടാം. എന്നിട്ട് ഉള്ളി 2 ദിവസം കഴിഞ്ഞ് നടാം. അപ്പോൾ തടം ഒരുക്കലാണ് എൻ്റെ അടുത്ത പണി. എന്തായി ദോശ കരിക്കണ്ട കേട്ടാ. ഒരു മീൻ വറക്ക്. മീനും ദോശയും അലുവയും മത്തി കറി പോലെ. ഞാൻ ചട്നി ഉണ്ടാക്കി. നമ്മുടെ ഈ മിളകിന് യാതൊരു എരിവില്ല. ഏത് മിളകിന്? ആ വെള്ള മിളകിന്. ഏത്? ആ ചൂനിയ മിളകിനാ? എരിവില്ല എന്നാ? ദൈവമാണ് 10-15 എണ്ണ ഇട്ടിട്ട് അരച്ചിട്ട് എന്തുട്ടാ പൊടിച്ചു തിന്നാൻ പോവാ? എന്റെ ഈ മിളകിന് എരിവില്ല എന്നാ? ഈ ചൂനിയ മിളകിന് നേരത്തെ ജഗ്ഗു ചട്നി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പൊട്ടിച്ചത് ഏത് മിളകാ? ഇത് അതന്നെ. ഇതിന് എരിവില്ലേ? ഇല്ല. ഇല്ലല്ലോ ഇല്ലല്ലോ. ഇതൊന്നും മിണ്ടാത്ത. അത് ഇറക്കണ്ട, തുപ്പിക്കളായി. ആരെ പറഞ്ഞ എരിവില്ലെന്ന്? ചേട്ടൻ ആ ചട്നി എടുത്ത് കഴിച്ചു നോക്കിയേ. അവിടെ ഒരു 5-8 എണ്ണം ഇരുന്ന് നടന്നു. അത് കൂടാണ്ട് ഇവിടെ നിന്ന് പൊട്ടിച്ച് കൊണ്ടുപോയി ഇതും കൂടിയിട്ട് ഇട്ടട്ടാ ഞാൻ അരച്ചേ. എരിവൊക്കെയുണ്ട്, അത്യാവശ്യം എരിവുണ്ട്. അഭിനയിക്കണം കഴിഞ്ഞു. പക്ഷെ ചെറിയ അവിടെ നിന്ന് കഴിച്ചതിൻ്റെ അത്രയ്ക്ക് എരിവില്ല. ഇന്നാള് കഴിച്ചില്ലേ, അതിൻ്റെ അത്രയ്ക്ക് എരിവില്ല. പക്ഷെ എരിവുണ്ട്. നാവുമ്പിലാണ് പിടിച്ചോണ്ട് ശരിക്കും എരിവ്. നാവാണ് നീറുന്നത്. വെള്ളം കുടിക്കില്ല. ആ ചട്നി ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇപ്പം ഞാൻ പറയണത് നോണയല്ലാന്ന് മനസ്സിലാവും. എനിക്ക് ഓറഞ്ച് കളറിൽ വട്ടത്തിൽ സൂര്യൻ ഇതിൻ്റെ ബെടവി കൂടെ കാണണം. കണ്ണീന്ന് വെള്ളം വരില്ല. അതിന് മാത്രമല്ല എരിവില്ല ചേട്ടാ. എരിവുണ്ട്, ഇല്ല. സാധാരണ എരിവിന്റെ പകുതി എരിവ്. കുഴപ്പമില്ല, വെള്ളം കുടിക്കില്ല. നമ്മുടെ ഈ സാധാരണ സ്റ്റൗവിലായിരുന്നു വെച്ചെങ്കിൽ ഈ സെൻറ്റർ ഭാഗം ഇങ്ങനെ കരിഞ്ഞ പോലെ ഇരിക്കില്ല ചേട്ടാ. ഇതിൻ്റെ തീ എന്ന് പറയുന്നത് ഈ സ്റ്റൗവിൻ്റെ തീയെ സെൻറ്ററിലേക്ക് തന്നെ അങ്ങനെ ഭയങ്കര ശക്തിയിൽ വരുന്ന തീ ആയതുകൊണ്ടാണ് അതങ്ങനെ. നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ല. കാരണം ഞാൻ അവിടെ വീട്ടിൽ ഉണ്ടാക്കിയതിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇങ്ങനെ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ആൾക്കാരോട് പറയാറുണ്ട്. ഞാൻ അതല്ല, നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഇതാണോ സെൻറ്റർ ഭാഗം അങ്ങനെ കരിഞ്ഞ പോലെ ഇരിക്കണതേ, അത് ഇന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞതാ. ശരിയാണ്. അപ്പോൾ ഞാൻ ഉള്ളിത്തടം ശരിയാക്കട്ടെ. ഇനി ഉള്ളി കൃഷി. എരിവ് പോയിട്ടാ ചെറുതാ. വെള്ളം കുടിച്ചോട്ടി എരിവ് പോയി. പറഞ്ഞില്ലേ ഉള്ളി കൃഷി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നല്ല ചേട്ടാ, ഈ സെൻട്രലിൽ വരുന്ന തെങ്ങിന്റെ കടകളില്ലേ, അതിങ്ങനെ മണ്ണിട്ട് ഇട്ടാ മതി. അതിന്റെ കടയ്ക്ക് ഒന്നും വേണ്ട. ഇവിടെ ഒന്നും വേണ്ട. കാരണം നമ്മൾ എപ്പോഴും നടക്കണം. ഇതിന്റെ ഉള്ളിൽ വല്ല പാമ്പ് കേട് നമ്മൾ അറിയില്ല. കുമ്പളങ്ങി ഉണ്ടാവല് കഴിയുമ്പോഴേ ഇത് പൊട്ടിച്ചോ. നാളെ സാമ്പാർ വയ്ക്കാം. ഈ കുമ്പളങ്ങി നിറയെ കമ്പ് മഴ. മറ്റേ സിനിമ ഇല്ലേ, ചേട്ടന്റെ തല പോലെ. അല്ലല്ല, എന്റെ തല പോലെ ഒന്നല്ല. അതെ, ചേട്ടന്റെ തല ഇങ്ങനെയാ ശരി. കൊറേ മറ്റേ ഈ ഇങ്ങനെ ചുളിഞ്ഞിട്ടുള്ള ഒരു സിനിമയ്ക്ക് മറ്റേ ആകാശത്തോടെ വരുന്നതും ഒരു 5-3-4 പേരില്ലേ നിങ്ങൾ എപ്പോഴും കാണുന്നത്? നീയും ജഗുരുന്ന് ഫാന്റാസ്റ്റിക് ഫോറിലത് അയാളുടെ ശരീരപ്രകൃതി പോലെ. പക്ഷെ ചേട്ടന്റെ തല ഇങ്ങനെ ചേട്ടാ. എനിക്കറിയാം ചേട്ടന്റെ തല മസാജ് ചെയ്യുമ്പോഴും പിന്നെ തല മൊട്ടടിച്ച സമയത്തൊക്കെ നിറച്ച് കുണ്ടും കുഴിയാ. ഒരു വൃത്തിയില്ലാത്ത തലേ ചേട്ടന്റെ. അവൻ്റെ തല ഞാൻ മൊട്ടടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഈ സൈഡിൽ ഇട്ട് തരാം കേട്ടോ. ഞാൻ നാടകത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള നാടകമുണ്ട്. ഫ്രണ്ടിൽ നിന്നല്ലേ അത് കാണുന്നുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോ ഇവിടെ വരെ കുഴപ്പമില്ല. ഈ സൈഡിൽ ഞാൻ ഫസ്റ്റ് നാടകത്തിന് 2014-15 നാടകത്തിൽ വില്ലനായിട്ടുള്ള ഒരു നമ്പൂരി തിരുമേനി ആയിട്ട് അഭിനയിച്ചിട്ടുള്ള നാടകത്തിൻ്റെ എൻ്റെ കോശിമാണ്. അത് ഞാൻ മൊട്ടടിച്ചിട്ടാണ്. ഞങ്ങളുടെ പകുതി ഡ്രസ്സ് എടുക്കല കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. സാരികൾ 2 കല്യാണം ഉണ്ടായി. അപ്പോൾ അത് 2ലേക്കും വേണം. 2ഉം ഒരേ ബന്ധുക്കൾ തന്നെ കൂടണതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സാരി പറ്റില്ല.
ചേട്ടൻ പറഞ്ഞ പോലെ 6 കല്യാണത്തിന് ഒരു സാരി എടുക്കാനൊക്കെ പറഞ്ഞിട്ട് 6 കല്യാണം 6 ഇതാണെങ്കിൽ കുഴപ്പമില്ല, ഉടുക്കൊക്കെ ചെയ്യാം അല്ലേ? ഇവിടെ ജിത്തിൻ്റെ കല്യാണത്തിന് ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പിങ്കും മഞ്ഞയായിരുന്നു. മഞ്ഞയും പിങ്കും, മഞ്ഞ സാരി പിങ്ക് ബോർഡർ അതായിരുന്നു എല്ലാവർക്കും. പിന്നെ ആ സാരി നിയമായ കുട്ടിയുടെ കല്യാണത്തിന് കൊടുത്തത് കുഞ്ഞുമാമൻ്റെ അവിടെ ഓർമ്മയുണ്ടാ? എനിക്ക് ഓർമ്മയൊന്നുമില്ല. ആ ചേട്ടന് ഓർമ്മയുണ്ടാവില്ല. അതായത് ഇവിടെ ജിത്തിൻ്റെ കല്യാണത്തിന് കൊടുത്തത് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ കല്യാണമില്ലേ, അവിടേക്ക് കൊടുക്കാമല്ലോ, കുഴപ്പമില്ല. ഇവിടെ ആരും കണ്ടിട്ടില്ലല്ലോ, അപ്പം അതിന് കൊടുക്കാം, അതിന് കുഴപ്പമില്ല. അങ്ങനെ പിന്നെന്തുട്ടാ പിന്നെ ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരി എടുക്കാനായിട്ട് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. സെറ്റ് സാരി എടുക്കാൻ കുത്താമ്പുള്ളിയിൽ പോയാൽ മതി. ചേട്ടാ കുത്താമ്പുള്ളിയിലേക്ക് പോയാലോ? കൊണ്ടുപോകോ? കുത്താമ്പുള്ളി ആരാണ് പറഞ്ഞു കേട്ടു? കുത്താമ്പുള്ളിയിൽ ഇപ്പോൾ ഒരു ചുക്കുമില്ല, ആൾക്ക് മറ്റേ കൈത്തറിയൊന്നും ഇല്ല, പരമ്പരാഗത രീതിയിൽ പണിയൊന്നും അധികമില്ല. ഇവിടുന്ന് കൊണ്ടുപോകും. പക്ഷേ കുത്താമ്പുള്ളിയിൽ നിന്നാണെന്ന് ഇവിടുത്തെ കടകളിലേക്കൊക്കെ കൊണ്ടുപോയിക്കണം. അതുകൊണ്ട് ഇവിടത്തേനേക്കാളും ഭയങ്കര റേറ്റ് കുറവിൽ കിട്ടും എന്ന് പറയണു. ഓയൊക്കെ കുഴപ്പമില്ല, കാര്യമൊന്നുമല്ല. ഇതില്ലാമല്ലേ ഏ ഓയൊക്കെയാണ്. ആ വശത്ത് കട്ടകുത്തി, ആ ഭാഗത്ത് കട്ടകുത്തി കോരാറായി. ഇവിടെ ഇല്ല സോളല്ലേ, അവിടെ കട്ടകുത്തിയില്ല, കോരാറായി. അടുത്തത് ഉള്ളി കൃഷി. ചേട്ടൻ വീട്ടിലേക്ക് കോഴികളെ കൊണ്ടുപോണ്ടേ? അത് മറ്റന്നാ കൊണ്ടുപോകാം. ആ അപ്പോൾ ചെടികൾ മാത്രമല്ല കോഴികളെയും നമ്മൾ മാറ്റുന്നു. അന്ന് കുട്ടികളെ വാങ്ങിക്കുമ്പോൾ എന്നെ പറഞ്ഞതല്ലേ 10 എണ്ണം എൻ്റെ വീട്ടിലേക്കാണെന്ന് വളർത്തി വലുതാക്കി കൊടുക്കുന്നു. അപ്പം അങ്ങനെ വളർത്തി വലുതാക്കി അവരെ കെട്ടിച്ചയക്കുകയാണ് 10 പേരൊരുമിച്ച്. സമൂഹ വിവാഹം അല്ലേ? ചാത്തന്മാരെ കൊടുക്കണില്ല. ചാത്തന്മാരെ കൊടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. ഇവിടെ ഒരു ദിവസം അവിടെ കോഴി കെടുത്താനായിട്ട് അങ്ങെടുത്തിരിക്കണേന് വരെ തെറ്റിയും കെടുത്തിരിച്ചതാ. കോഴിക്കൂട് അവിടെ വെടുപ്പാകുന്ന ടൈമിൽ കുറച്ച് കോഴികളെ ഈ കോഴിക്കൂടിലിട്ടു. 5 ചാത്തന്മാരെയും ഒരു ചാത്തനെയും 5 പെടകൾ കിട്ടു. ചാത്തൻ ആദ്യത്തെ 3 പെടകളെ മൂന്നെണ്ണല്ലേ കൊന്നത്. 3 വലിയ ഗടാഗടിയന്മാരായ 5 കിലോ 4.25 കിലോ തൂക്കുള്ള 3 പെടകളെ കൊത്തി കൊന്നു, ചേവല് കാട്ടി കൊന്നു, ബലാസംഗം ചെയ്ത് കൊന്നു എന്ന് പറയാം. അപ്പോൾ ചാത്തന്മാരെ കൊടുക്കണില്ല. അതായത് ഇവരിങ്ങനെ തുറന്ന കൂടല്ലല്ലോ, ഇതിങ്ങനെ കറക്റ്റ് നിൽക്കാനുള്ള വലിപ്പത്തിലുള്ള കൂടല്ലേ ആ കൂട്. അപ്പോൾ അത് അയ്യോ ആ പിള്ളേരെ കൊണ്ട് ഒന്നുകൂടി പെയിൻ്റ് അടിപ്പിക്കായിരുന്നു അല്ലേ? വേണ്ട അല്ലേ, ഇനി അച്ഛൻ വേണമെങ്കിൽ പെയിൻ്റ് അടിച്ചോളൂ. നമ്മൾ അത്യാവശ്യം ക്ലീനാക്കി വെള്ള പെയിൻ്റൊക്കെ അടിച്ച് വെച്ചതാ കുറച്ച് നാളായില്ലേ. അപ്പോൾ അതിലേക്ക് 10 പെടകൾ അതിലാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ബാക്കി 20 എണ്ണമല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ദോശ ഉണ്ടാക്കൽ ഞാൻ നിർത്തിയിട്ടാ. ഇനി നമ്മുടെ മറ്റേ പാത്രം നമുക്ക് റിവ്യൂ ചെയ്യാം. ദോശക്കല്ല് സൂപ്പറാണ്, കണ്ടില്ലേ? ധൈര്യമായിട്ട് വാങ്ങിച്ചോട്ടാ. ഇങ്ങനത്തെ എവിടെയാണ് കിട്ടുക? നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തന്നെ ആ ദോശക്കല്ല് എവിടെയാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ്സ് വരാറുണ്ട്. അത് നമ്മൾ തൃശ്ശൂർ ഒരു കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അത് പക്ഷേ കാര്യമില്ല, ഞാൻ പറഞ്ഞില്ല, അതിൽ പിടിക്കും. ചപ്പാത്തിയൊക്കെ വേവിക്കാം, ചപ്പാത്തി പോലും ചില സമയത്ത് പിടിക്കും. ചപ്പാത്തി പിടിക്കും. ആ അപ്പോൾ വെളിച്ചെണ്ണ ആക്കാറുണ്ട്, നമ്മൾ വെളിച്ചെണ്ണ എണ്ണയൊക്കെ ആക്കാറുണ്ട്. ഇതും തേച്ച് കഴുകിയിട്ടാ, നന്നായിട്ട് ഉരച്ച് കഴുകണം. നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യണതിന് മുന്നേ നന്നായിട്ട് ഉരച്ച് കഴുകണം. ഇതുമേ നമ്മൾ മീൻ മറക്കണ കണ്ടിട്ടില്ലേ? ഇത്തിരി എണ്ണ വെറുതെ വെളിച്ചെണ്ണ പറ്റി കൊടുത്തോളാം. ആ ജഗ്ഗുവിനെ വിളിക്കായിരുന്നു ദോശ കഴിച്ചോളാൻ പറയാൻ. ഞാൻ ചട്നിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവൻ പഠിക്കാനിരിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തുട്ടാ ചെയ്യണം ദൈവത്തിന് അറിയാം. അവന് മിഡ് ടെസ്റ്റ് നടക്കണ്ടേ, നാളെയും കൂടി ഉണ്ട് പരീക്ഷ. പറയൂ. അല്ല വെളിച്ചെണ്ണ തേച്ചോളാം, ഇങ്ങനെ വെറുതെ കോലോട്ട്. ഞാനിത് ചെയ്തിട്ടാ, അതുകൊണ്ട് വെറുതെ തടവിക്കോ. ഇതിപ്പോ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, നമുക്കറിയാലോ ഇതിലിപ്പോ എന്തൊരു സംഭവിക്കുന്ന അറിയാലോ. മീൻ വറക്കണത് സാധാരണ വലിയ ഇങ്ങനത്തെ പീസുകളായിട്ടുള്ള അങ്ങനെ സ്ലൈസ് ആയിട്ടുള്ള മീനുകൾ ഒക്കെ വെക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അതന്നെ ഞാൻ കണ്ടിട്ടില്ലേ കൊഴുവിയൊക്കെ ചെയ്യണത്. സോറി, ഇത് കൊഴുവിയല്ലേ? കൊഴുവിയാ. ഞാനേ ഒരു ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം എനിക്ക് മീൻ കഴിക്കാൻ പാടില്ല. മീൻ കഴിക്കണേനെ കൊഴുവിയ കഴിക്കാൻ പാടില്ല. അപ്പോൾ പാവം ചേട്ടൻ കൊഴുവിയ വാങ്ങിച്ചിട്ട് വന്ന്, നിനക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അത് കാരണം എന്ന് പറഞ്ഞിട്ട്. ചേടാ ചിരിക്കണ നോക്ക്. മതി, നീ വേണമെങ്കിൽ മീൻ എടുത്ത് വെക്കും. ഞാൻ വെക്കണ്ട കൈ മണ്ണ വെക്കണ്ട, ചേട്ടനോട് വെക്കാരാ പറഞ്ഞേ? അല്ല, ഞാൻ കാണാനാണ്, എനിക്ക് ആദ്യമായിട്ട് കാണാനുള്ള ഒരു പൂതി ഉണ്ടാവുമല്ലോ.
ഇതെന്താവോ ഇത് എനിക്ക് തോന്നുന്നത് മറ്റേ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ടേ അതിൽ കിടന്നിട്ട് വറക്കുമ്പോഴാവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് സെൻറ്ററിൽ വെച്ചാൽ കുറച്ചെണ്ണം വെച്ചാൽ മതിയാ? കുറച്ചെണ്ണം വറച്ചാൽ ഇങ്ങനെ വെച്ചാൽ മതിയാ? ഏതാ അതെടുത്തുണ്ടോ ചേട്ടാ? ഇത് പിടിക്കില്ലല്ലോ. എനിക്കറിയില്ലേ, വെച്ചോക്ക്. പിടിക്കില്ലെങ്കിൽ ഇതിൽ മാത്രം അപ്പം മീൻ വറുത്താൽ മതി അല്ലേ? വരൂല. അതെ, പിന്നെ അടി പിടിക്കില്ല. അടി പിടിക്കില്ലെന്ന് വിചാരിക്കും. നമുക്ക് നോക്കി നോക്കാം, കാത്തിരുന്ന് കാണാന്നാണ് പറയാ. അതെ, ഇല്ല പിടിക്കണ്ടോന്ന് നോക്കിയതാ ഞാൻ. എണ്ണ തീരില്ല കേട്ടാ. എണ്ണ ഞാൻ ഇത്തിരി ഒഴിക്കട്ടെ എന്ന് വെച്ചാ ഒരു പൊട്ട് ഒഴിച്ചു കൊടുത്താ ഇത്ര മതിയാ? 2 കൂടി വെക്കിത് ഇവിടെ. ഞാനില്ല തിന്നാൻ, നോക്കിയോണ്ട് നമുക്ക്. ഇതേ മറ്റേ ബീഫ്, ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മതി, ഇത്ര മതി. അങ്ങനത്തെ ചേട്ടയിലാക്കാം. അപ്പം എന്താ ചിക്കൻ്റെ പീസൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ നെയ്യില്ലേ അതിങ്ങനെ ഇറങ്ങി വരും. ഒരു പൊട്ട് വെച്ചിട്ട് തടവി കൊടുത്താൽ മതി. ഇതിന് മേലെ കൂടെ ഒഴിച്ചുകൂടെ? ഈ മേശയ്ക്ക് ഒരു ചെരിവുണ്ട്, അപ്പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടായിരിക്കണം. അപ്പോൾ ഈ അറ്റത്ത് വെളിച്ചെണ്ണ അതാണ് ഇവിടെ പറഞ്ഞ കൂടി വെച്ചേ. ഈ ദോശക്കല്ല് ചെറുകേട്ടൻ വാങ്ങിക്കൂട്ടാ. ചെറുകേട്ട എപ്പോഴും പറയും, ചെറുകേട്ട ഭയങ്കര ആരോഗ്യം നോക്കുന്ന ആളാണല്ലോ. പക്ഷെ എന്നിട്ട് ദോശ ഉണ്ടാക്കണത് നോൺ സ്റ്റിക്കിൻ്റെ ഇതിലാണ്. കാരണം ഇരുമ്പിൻ്റെ വാങ്ങിയിട്ടേ അത് ഈ പിടിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റാണ്ട്. എന്തിട്ട് പറഞ്ഞാലും ചേട്ടാ, താമര കുമ്പിളല്ലോ മമ ഹൃദയം അതിൽ നാദാന്നാണോ താതാന്നാണോ? ഉള്ളിക്കുള്ളത് കൊത്തി കളച്ചിട്ടിട്ട് ചാണകം ഇട്ടിട്ട് സെറ്റാക്കി ഇടും. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉള്ളി നടും. ഒരാഴ്ച ഇട്ടാൽ മതി. അപ്പോൾ ഇത്ര ആ വർഷം ഒന്ന് പോട്ടെ, ഞാനൊക്കെ ചീച്ചൽ വരെ. ഇനി ബീഫ് വാങ്ങിക്കുമ്പോഴേ ബീഫ് ഇങ്ങനെ ഭയങ്കര കനവറ സ്ലൈസ് ആക്കിയിട്ട് അത് ഇതിലിങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാം. അതുപോലെ ചിക്കൻ്റെ പീസും വേണമെങ്കിൽ ഇനിയിപ്പോൾ മറ്റേ സാധനത്തിൽ വെച്ചിട്ട് നമുക്ക് ഇതാക്കി എടുക്കണ്ടല്ലോ. എന്താ പറയാ, നിർത്തി ഇന്നത്തെ പണി. അല്ല, കളക്കൽ കഴിഞ്ഞു. ഇനി അതിനൊക്കെ വെള്ളം ഒഴിക്കണ്ടേ, നനയ്ക്കണ്ടേ? ഏത് കറ്റാറ് വാഴിക്കല്ലതിനും അത് ഇതിന്ന് വെള്ളം എടുത്തിട്ട് ഒഴിക്കാൻ വെച്ചിട്ടാ. ഓക്കെ, ആദ്യം അസോള കോരാൻ തോന്നൂ അല്ലേ? കുറച്ച് കോരണം. എന്താ പിടിക്കണ്ട അടി? പിടിക്കണ്ടോന്ന് ചോദിച്ചാ അല്ലേ, അതാവണല്ലോ. ഷോ കുറച്ചായിട്ട് മതി. അപ്പൊ ഇതില് വീണ്ടും നിറഞ്ഞു തുടങ്ങി കേട്ടാ. അപ്പൊ നമ്മള് എപ്പോഴും കോരിക്കൊണ്ടിരിക്കണം. എപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടാ, ഈ മീനില്ലേ ഇതിലൊരിക്കലാക്കരുത്. കൊഴുവേ കൊഴുവ് ഇങ്ങനെ പൊടിഞ്ഞു ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് അല്ല അതിന്റെ മാംസം. ഇത് മറ്റേ ചൂര അങ്ങനത്തെ ഒക്കെ മീൻ വേണമായിരുന്നു ഇത് ചെയ്യാനായിട്ട്. ഒരിക്കലും പാത്രത്തിന്റെ ഫോൾട്ട് അല്ല കേട്ടാ. ഇത് കണ്ട മറച്ചിടുമ്പോ കണ്ട ഇതിന്റെ പീസുകൾ ഇങ്ങനെ വരുന്ന കണ്ട. ആ, നമ്മുടെ ഈ പറമ്പിൽ വന്നതിന് ശേഷം എല്ലാ കൃഷിയും വിജയിച്ചു. എല്ലാതും ഉണ്ടാവുണ്ടല്ലോ. നല്ല മണ്ണാണ് ഒന്നാമത്തേലേ, നല്ല മണ്ണാണ്. പിന്നെ നല്ല വെയിലും ഉണ്ട്. അല്ല കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. ആ, ഈ സാധനത്തിന്റെ കുഴപ്പമാണ്. നല്ല ചട്ടം കൊണ്ടായപ്പോ കുഴപ്പമില്ല. ഇപ്പൊ വേണ്ട തയ്യില്ലേ? തയ്യതന്നോ? ഞാൻ ചരക്ക മറ്റേ കുമ്പളങ്ങര പോലുള്ള വാങ്ങിച്ചു. അല്ല ചേട്ടൻ മുഖം നോക്കി. അതില് എത്ര വേണം തൈ ചേട്ടന്? 3 ഒഴിച്ച് ബാക്കി ചേച്ചി അവിടെ നട്ടോ? 3 വെച്ചോ? കുറച്ച് ചില മീനുകൾ പൊടിഞ്ഞു. ഒന്നാമത്തേൽ കൊഴുവ പൊടിയും, രണ്ടാമത്തേൽ ഈ സാധനം കൂടെ. ഇപ്പോൾ ഇതുകൊണ്ട് ചേട്ടൻ പിന്നെ വന്ന് മറച്ചിട്ടതിന് കേടുപാടുകളൊന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 3/4 ബക്കറ്റിലധികം നമുക്ക് കോരിയിട്ടും അത് കാണിച്ചു കൊടുത്ത്. ഇതിപ്പോ നാളത്തേക്ക് ഏകദേശം 1 ബക്കറ്റ് മണി കോരാൻ പറ്റും. ഇങ്ങനെ ഇതേപോലെ
ആ കുമ്പളങ്ങ തേയില അതൊന്നും നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ തന്നെ ഉള്ളിൽ വെച്ചോളാം. ആ അതെവിടെ വെച്ചു നീ അതിൽ തുടങ്ങി പോണ്ട. ഏയ് ഉണങ്ങിപ്പൂലൊക്കെ പണ്ട് അല്ലേ? ഇപ്പൊ ചേട്ടൻ അപ്പം തന്നെ കുഴിച്ചിടും, സ്ഥലമൊന്നും നോക്കില്ലേ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവാ ഇവിടെ എല്ലായിരുന്നു കുഴിച്ചിടണ്ടായിരുന്നു, അപ്പം തന്നെ മാറ്റി കുഴിച്ചിടും. ചേച്ചി, കല്യാണിൽ ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ അപ് ടു 70% ഓഫ്, 70% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ് 50% തൊട്ട് 70% വരെ കിഴിവ്. ഇതിപ്പോ എന്നെ ഫോണിൽ വന്നേക്കണ മെസ്സേജാ. ദോശ കഴിക്കറാ, ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചത്. വെള്ളം കോരി നമ്മൾ 2-3 ഒഴിച്ചു. ഇനി വീണ്ടും ഒഴിക്കും കേട്ടാ. കരിഞ്ഞത് വേണം. ഇനി നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കോളാം കേട്ടാ. ഞാൻ പരമാവധി സപ്പോർട്ട് ചെയ്ത് തരും. എയർപോർട്ട് വിളിക്കണത് നിന്നെ. ദോശ അറിയ ആ ദോശ തന്നെ കൈ കേട്ടാ. ആരെത്തി എറിഞ്ഞ വായിലേക്ക് കൈ കഴുകി കൈ കഴിക്കുക. ആ എനിക്കൊരു ദോശ എന്നാ ഇനി ഉണ്ട് നോക്കട്ടെ. ദോശ, ഒരു ദോശ മതി. പിന്നെ മീൻ വറുത്തങ്ങി മീനൊരു കുഴപ്പമില്ല. ആ അത് മറ്റേ സാധനം ഈ പ്ലക്കർ കാര്യമില്ല, ആ സാധനം എടുത്ത് ഇതിൽ വെക്കി വരണം. മീൻ വേണോ? പിന്നെ മീൻ അതല്ല എൻ്റെ രസം. അത് ശരി, മീനുണ്ട് പക്ഷെ ഇറച്ചിയില്ല. എന്താ മീനുണ്ട് പക്ഷെ ഇറച്ചിയില്ല? എന്തൊരു കടങ്ങതയാണോ? ചേട്ടൻ മീൻ വേണ്ടേ? മീനുണ്ട് പക്ഷെ ഇറച്ചിയില്ല. അപ്പൊ ചേട്ടൻ പറയും എനിക്ക് അതിന് ഇറച്ചി വേണ്ട, മീൻ മതി എന്ന് പറയും. ആ അപ്പൊ അങ്ങനെ പറയും, എനിക്ക് മീൻ വേണ്ട, ഇറച്ചി മതി. മീനുണ്ട് ഇറച്ചിയില്ല. എനിക്ക് ഇറച്ചി വേണ്ട, മീൻ മതി. ശരി, ഓക്കെ. അപ്പൊ പറയാ ഇതെന്താ മുള്ളു മാത്രമുള്ളല്ലോ? അതല്ല മനുഷ്യ മുന്നേ പറഞ്ഞത് മീനുണ്ട് പക്ഷെ ഇറച്ചിയില്ലാന്ന്. ഇങ്ങനെ പറയാൻ വേണ്ടിട്ടായിരുന്നു. പൊട്ടും പൊടിയും വേണമെന്ന് അല്ലേ ജഗ്ഗു? ഈ പൊട്ടും പൊടിയും തിന്നാനാണ് ഏറ്റവും ടേസ്റ്റ്. ആ എന്ത് അല്ലല്ല, ഇത് പണ്ട് മറ്റേ കോമഡി കാസറ്റുകൾ ഇറങ്ങാറില്ലേ ഓണത്തിൻ്റെ സമയത്ത്, ദേമാവേലി കൊമ്പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലുണ്ടായിരുന്നതാ. ഒരാൾ കഴിക്കാനായിട്ട് എന്നിട്ടുള്ള ചോദിക്കുമ്പോൾ മീനുണ്ട് പക്ഷെ ഇറച്ചിയില്ല എന്ന് പറയും. ആ എനിക്ക് ഇറച്ചി വേണ്ട, മീൻ മതി എന്ന് പറയും. എന്നിട്ട് എന്താണോ അത് മുള്ളു മാത്രം കൊണ്ടെന്ന് വെച്ചാണ്, അതല്ലേ പറഞ്ഞേ. നല്ല രസമാട്ടാ. ജഗ്ഗുനാണോ മീൻ? മീൻ തിന്നണം. തിന്നാം, എനിക്ക് തിന്നണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ചേട്ടത് വാങ്ങിച്ചു കൊണ്ടുവന്നത്. മീൻ തരട്ടേന്ന്. ഇറച്ചി, മീൻ്റെ ഇറച്ചി 2 പൊടി. ചൂട് ചൂട് പറഞ്ഞില്ല, നീ ഇതിന്ന് എടുത്ത് തന്നതില്ലേ? അപ്പൊ പറഞ്ഞൂടത് അടുപ്പത്തിരിക്കണേന്ന്. ആ അത് ദോശ കഴിച്ച് നോക്കട്ടെ. കണ്ടാ ചട്നി എരിവില്ലല്ലോ? എരിവ് പാകത്തിനുണ്ട്. അടിപൊളിയില്ലേ? നല്ല രസമുണ്ട് ചട്നി. മീൻ തിന്നാ. ഈ മീനിൻ്റെ എണ്ണ അധികം പിടിച്ചിട്ടില്ല അല്ലേ? എണ്ണ ഇനി കുറെ ഇംഗ്ലീഷ് ചാനലുകൾ കാണില്ലേ കുക്കിങ്? ആ അപ്പം ഇങ്ങനത്തെ പാത്രത്തിൽ ഓറഞ്ച് ചീണ് കാണാറില്ലേ? മെയിനായിട്ട് ബീഫ് ചിക്കനൊക്കെ അല്ലേ ഇതില്ല? സന്ധ്യ ആയി ഇപ്പിരിട്ടാവും. ഒരിക്കൽ കൂടി നിർത്താലേ? അപ്പം അവനെ ഇറച്ചി ചോദിക്കുന്നു. മുള്ളു നീ കളഞ്ഞാ മതി. പൊടി അത് എടുത്താൽ മതി അതിന്ന്. ഇനിയുണ്ട് മീനുണ്ട് വറക്കാൻ, ഞാൻ വീട്ടിൽ പോയിട്ട് വറുത്തരാം. അപ്പോൾ നമുക്ക് നിർത്താട്ടാ. നല്ല രസമായിരുന്നു ഇന്നത്തെ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ. നമ്മൾ കുറേ പണികളൊക്കെ എടുത്ത് പറിച്ച് നടുക എന്നുള്ളതാണ് മെയിൻ മുഖ്യം. കഴിഞ്ഞു ഇന്നത്തോട്. ഇനി ചേട്ടൻ പറിച്ചത് നടില്ല. ഇനി ചേട്ടൻ പറിച്ചത് നടില്ലല്ലോ. കഴിഞ്ഞു. അപ്പോൾ നിർത്താം. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.